ഒഡീഷയിൽ ഇപ്പോൾ BJDക്ക് കനത്ത തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ ഒരു തിരിച്ചടി ശരിക്കും ഇന്ത്യ സഖ്യത്തിനും അതൊരു തിരിച്ചടി തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ പറയുന്ന BJD ഇപ്പോൾ BJPയുടെ സഖ്യം വിട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. പ്രതിപക്ഷത്ത് അതിശക്തമായി നിൽക്കുമെന്നാണ് BJD പറഞ്ഞത്. അതായത് പ്രതിപക്ഷത്തിനൊപ്പം തന്നെ ആ ഒരു തരത്തിൽ പ്രതിപക്ഷമായി നിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ വേണമെങ്കിൽ കണക്ക് കൂട്ടാം. അത് തീർച്ചയായിട്ടും BJPക്ക് അനുകൂലമായിട്ട് അവർ ഒന്നിലും നിൽക്കത്തില്ല, പകരം പ്രതിപക്ഷമായിട്ടേ അവർ നിൽക്കത്തുള്ളൂ എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് തീർച്ചയായിട്ടും അത് ഇന്ത്യ സഖ്യത്തിനായിരിക്കും ഗുണകരമായി മാറാനായിട്ടുള്ള എല്ലാ ചാൻസും കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതായത് ഈ പറയുന്ന BJDക്ക് ഒരു MP നഷ്ടമായിരിക്കുകയാണ് രാജ്യസഭയിൽ നിന്നും. രാജ്യസഭയിൽ 9 MP ഉണ്ടായിരുന്നു ഈ പറയുന്ന BJDക്ക്. അതിൽ നിന്നും ഒരു MP ഇപ്പോൾ രാജിവെച്ച് പുറത്തു വന്ന് BJPയിൽ ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 9 MP BJDക്ക് ഇപ്പോൾ ആകെയുള്ളത് 8 MP എന്ന് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഒഡീഷയിൽ ഈ പറയുന്ന BJPയും BJDയും വളരെ സഖ്യം ചേർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് 2 ടേമിലും. പക്ഷേ ഇപ്പോൾ അവിടെ നിന്നും BJP സഖ്യം വിട്ടുകൊണ്ട് BJD ഒറ്റയ്ക്ക് പ്രതിപക്ഷമായി നിൽക്കുമെന്ന് പറയുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, തീർച്ചയായിട്ടും ഒഡീഷയിലെ ഭരണം BJDക്ക് നഷ്ടമായതുകൊണ്ട് തന്നെയാണ്. BJDയുടെ അവിടുത്തെ ശക്തി കുറഞ്ഞു വരുന്നു. അതുമാത്രമല്ല, ഒഡീഷ ഭരിച്ചുകൊണ്ടിരുന്ന BJD ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് BJP ആയി മാറിയിരിക്കുന്നു. BJP അവിടെ ശക്തിപ്പെട്ടിരിക്കുന്നു. BJP അവിടെ ഭരണം പിടിച്ചെടുത്തിരിക്കുന്നു. തങ്ങളെ ആ ഒരു തരത്തിൽ ഒതുക്കിക്കളഞ്ഞു എന്നുള്ള ആ ഒരു മനോഭാവത്താൽ തന്നെയാണ് ഇപ്പോൾ BJP വിട്ടുകൊണ്ട് BJD ഒറ്റയ്ക്ക് പ്രതിപക്ഷത്ത് അതിശക്തമായി നിൽക്കാൻ തീരുമാനിച്ചത് തന്നെ. അത് തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിന് ഗുണകരമായി മാറുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു ഇതിലും തിരിച്ചടിയായിരിക്കുന്നത്, ഇപ്പോൾ ഒരു MP രാജ്യസഭയിൽ നിന്നും ഒരു MP ഇപ്പോൾ BJDയിൽ നിന്നും രാജിവെച്ച് BJPയിലേക്ക് മാറിയിരിക്കുന്നു. അതായത് രാജ്യസഭാംഗത്വം രാജിവെച്ചതിന് തൊട്ടു പിന്നാലെ മുൻ BJD നേതാവായിട്ടുള്ള മമതാ മഹന്തയാണ് ഇപ്പോൾ BJPയിൽ ചേർന്നിരിക്കുന്നത്. മുൻ രാജ്യസഭാ MP ആയ മമതാ മഹന്ത ബിജു ജനതാദളിൽ നിന്നും ഉപരിസഭയിൽ നിന്നും രാജിവെച്ച് ഒരു ദിവസത്തിന് ശേഷം വ്യാഴാഴ്ച ഭാരതീയ ജനതാ പാർട്ടിയിൽ ഇപ്പോൾ ചേർന്നിരിക്കുന്നു. ഒഡീഷയിലെ കുടുമി സമുദായത്തിൽ നിന്നുള്ള അറിയപ്പെടുന്ന നേതാവായ മഹന്ത തൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് 2 വർഷം മുമ്പാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഒഡീഷ സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന അംഗമായ മമതാ മൊഹന്തയിൽ നിന്ന് രാജ്യസഭാംഗത്വം രാജിവെച്ചുകൊണ്ട് എനിക്ക് ഇന്ന് ഒരു കത്ത് ലഭിച്ചു എന്നും, ഒരു കത്തെഴുതിയാണ് രാജിവെച്ചതെന്നും, അത് ഭരണഘടനാപരമായി ക്രമത്തിലാണെന്നും അതിനാൽ അവരുടെ രാജി സ്വീകരിച്ചു എന്നുമാണ് രാജ്യസഭാ ചെയർമാനായിട്ടുള്ള ജഗ്ദീപ് ധൻകർ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. 48 വയസ്സുള്ള മഹന്ത 2020 മാർച്ചിൽ ബിജു ജനതാദളിൻ്റെ അംഗമായി ഒഡീഷയിൽ നിന്ന് പാർലമെന്റിന്റെ ഉപരിസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 2020 ഒഡീഷയിൽ നിന്നുള്ള 4 സീറ്റുകളിൽ എതിർപ്പില്ലാതെയായിരുന്നു അവർ തന്റെ സീറ്റ് നേടിയെടുത്തത്. അവരുടെ രാജിക്ക് ശേഷം BJDക്ക് ഇപ്പോൾ രാജ്യസഭയിൽ 8 അംഗങ്ങൾ മാത്രമാണുള്ളത്. 9-8 കുറഞ്ഞിരിക്കുന്നു. BJDയിൽ എന്റെയും എൻ്റെ സമൂഹത്തിൻ്റെയും സേവനങ്ങൾ ആവശ്യമില്ലെന്നും എനിക്ക് തോന്നുന്നു. അതിനാൽ പൊതു താൽപ്പര്യം മുൻനിർത്തിയാണ് ഞാൻ ഈ കടുത്ത തീരുമാനമെടുത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മുതിർന്ന പാർട്ടി നേതാവിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതിനാൽ മഹന്തയ്ക്ക് അവരുടെ ഫണ്ട് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് മഹന്തയുമായി അടുപ്പമുള്ളവർ പറയുന്നു. BJD നേതാക്കൾക്ക് നവീൻ പട്നായിക്കിലുള്ള വിശ്വാസം നഷ്ടമായെന്ന് ഒഡീഷയിലെ BJP MLA അശോക് മൊഹന്തി ബുധനാഴ്ച രാജിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. BJDയുടെ ആരോപണം തെറ്റാണ്. രാജ്യസഭയിലും ലോക്സഭയിലും ഞങ്ങൾക്ക് അംഗസംഖ്യയുണ്ട്. അവിടെ നിന്നാൽ തൻ്റെ പ്രദേശം വികസിപ്പിക്കാൻ കഴിയില്ലെന്നറിയാവുന്നതുകൊണ്ടാണ് അവർ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നത് എന്നാണ് പറയുന്നത്. അവർ രാജിവെച്ചതിനെ തുടർന്ന് ഒഴിവുവന്ന രാജ്യസഭാ സീറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 78 MLAമാരുടെയും 3 സ്വതന്ത്ര MLAമാരുടെയും പിന്തുണയുള്ളതിനാൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനായാസം വിജയിക്കാനും കഴിയും. അങ്ങനെ BJPക്ക് രാജ്യസഭയിൽ വീണ്ടും ഒരു MP കൂടി ഇതിലൂടെ കിട്ടുമെന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്.